യൂറോ കപ്പിൽ ഇന്ന് കണ്ടത് മറ്റൊരു ഇഞ്ചുറി ടൈം ഡ്രാമ. ഗ്രൂപ്പ് ബിയിൽ നടന്ന ക്രൊയേഷ്യ-ഇറ്റലി പോരാട്ടം സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന പോരാട്ടത്തിൽ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറാൻ ക്രൊയേഷ്യയ്ക്ക് വിജയം നിർബന്ധമായിരുന്നു. എന്നാൽ അവസാന നിമിഷ ഗോളിൽ ക്രൊയേഷ്യയ്ക്കെതിരെ ഇറ്റലി സമനില കണ്ടെത്തി. സമനിലയോടെ 4 പോയിന്റുമായി ഇറ്റലി ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായി പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. ഇതോടെ ക്രൊയേഷ്യ ഏറെക്കുറെ യൂറോയിൽ നിന്ന് പുറത്തായി. 2 പോയിന്റുമായി 3ാം സ്ഥാനത്തുള്ള ക്രൊയേഷ്യയ്ക്ക് കണക്കിൽ ചെറിയ സാധ്യതയുണ്ടെങ്കിലും ഇനി അവർ പ്രീ ക്വാർട്ടറിലെത്താൻ അത്ഭുതങ്ങൾ നടക്കേണ്ടി വരും. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ക്രൊയേഷ്യ ആധിപത്യം പുലർത്തിയെങ്കിലും അവർക്ക് കാര്യമായ അവസരങ്ങൾ ഒരുക്കാനായില്ല. ഗോൾ രഹിതമായി ആദ്യ പകുതി അവസാനിച്ചു. 2ാം പകുതിയിൽ 54ാം മിനിറ്റിൽ ഒരു ഹാൻഡ്ബോളിനെ തുടർന്ന് ക്രൊയേഷ്യയ്ക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. എന്നാൽ മോഡ്രിച്ച് എടുത്ത പെനാൽറ്റി കിക്ക് ഇറ്റാലിയൻ ഗോൾ കീപ്പർ ഡോൺറുമ രക്ഷപ്പെടുത്തി. എന്നാൽ അത് കഴിഞ്ഞ് സെക്കൻഡുകൾക്കകം തന്നെ മോഡ്രിച്ച് ഗോൾ അടിച്ച് ക്രൊയേഷ്യയ്ക്ക് ലീഡ് നൽകി. ക്രൊയേഷ്യ വിജയമുറപ്പിച്ചിരിക്കെ ഫൈനൽ വിസിലിന് സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഇറ്റലി സമനില ഗോൾ കണ്ടെത്തി. കാലഫിയോറി നടത്തിയ മികച്ച റണ്ണിനൊടുവിൽ നൽകിയ പാസ് അക്കാഗ്നി മനോഹരമായ ഒരു ഷോട്ടിലൂടെ വലയിലെത്തിക്കുകയായിരുന്നു. ഇതോടെ ഇറ്റലി പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ സ്പെയിനെതിരില്ലാത്ത ഒരു ഗോളിന് അൽബേനിയയെ തോൽപ്പിച്ചു. നേരത്തെ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ച സ്പെയിൻ മത്സരത്തിന്റെ 13ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളിനാണ് വിജയം സ്വന്തമാക്കിയത്. ഇതോടെ 1 പോയിന്റ് മാത്രമുണ്ടായിരുന്ന അൽബേനിയയും ഗ്രൂപ്പിൽ നിന്ന് പുറത്തായി. 3 മത്സരങ്ങളും ജയിച്ച സ്പെയിൻ 9 പോയിന്റുമായി ഒന്നാമന്മാരായി മുന്നേറി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.